എന്റെ കുഞ്ഞിനെ നിങ്ങൾക്ക് തരാൻ പറഞ്ഞ അതേ കോടതി കുഞ്ഞിനെ തിരിച്ചു തരാനും പറഞ്ഞിട്ടുണ്ട്. എന്റെ മോളെ എനിക്ക് വേണം. എന്ന് പറഞ്ഞാലും ആര് പറഞ്ഞെന്ന് പറഞ്ഞാലും ശരി, മോളെ ഞാൻ തരില്ല. അവളെ ഞാൻ വളർത്തിക്കോളാം. അങ്ങനെ നിന്റെ ഇഷ്ടത്തിന് വളർത്താനേ ആ കുഞ്ഞിന്റെ അമ്മ ചത്തുപോയിട്ടൊന്നുമില്ല, ജീവനോടെ തന്നെ ഉണ്ട്. നീ തന്നില്ലെങ്കിലും വാങ്ങിക്കാനേ മൈഥിലിക്കറിയാം. കോർട്ട് ഓർഡർ മറ്റൊക്കെ അവിടെ നിൽക്കട്ടെ. ചെമ്പകമംഗലം എന്ന ഈ വീട്ടിലേക്ക് കയറി വരാൻ നിന്നോടാരാ പറഞ്ഞേ? കോടതി നിയമ ഓർഡറൊക്കെ ഈ കോമ്പൗണ്ടിന് പുറത്ത്. ഇറങ്ങണി വെളിയില്. എടി, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ. പേടിപ്പിക്കണ്ട, വന്നതുപോലെ തിരിച്ചു പോവാനും അറിയാം. എന്റെ കുഞ്ഞവിടെ. അമ്മ ഒന്നും മിണ്ടാതിരുന്നു കഴിഞ്ഞാ എങ്ങനെയാ? ഞാൻ എന്തു പറയാനാ മാലതി? ആൾബലമില്ല, ആൺതുണയില്ല, അംഗബലമില്ല. ചെറകുടിഞ്ഞ അവസ്ഥയിലായിപ്പോ ചെമ്പകമംഗലത്തെ രാജലക്ഷ്മിയുടെ അവസ്ഥ. അമ്മ ഇങ്ങനെ പ്രാസം ഒപ്പിച്ച് ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കാതെ എന്തെങ്കിലും ചെയ്യാൻ കഴിയെങ്കിൽ ചെയ്യേ. കുഞ്ഞിനെ വാങ്ങാൻ കോടതി ഉത്തരവുമായി വന്നവരോട് ഞാൻ എന്ത് പറയാനാ? ഓഹോ, അമ്മയ്ക്ക് അതേ ഓർമ്മ ഉള്ളൂ അല്ലേ? കുറച്ചു മുമ്പ് എന്റെ ഭർത്താവ്, അതായത് അമ്മയുടെ മകനെ പോലീസ് പിടിച്ചോണ്ട് പോയത് അമ്മ കണ്ടില്ലായിരുന്നോ? അതോ ഇതിനിടയ്ക്ക് അത് മറന്നുപോയോ? കുഞ്ഞാരുടെ കൂടെ പോയാലും എനിക്ക് പ്രശ്നമില്ല. എന്റെ വിഷയം എന്റെ ജഗദീഷ് ഏട്ടനെ പുറത്തിറക്കുക എന്നുള്ളതാ. അതിന് ഞാൻ എന്ത് ചെയ്യണോന്നാ നീ പറയുന്നേ? വല്ല വഴിയുണ്ടെങ്കിൽ നീ പറയേ, ഞാൻ അതുപോലെ ചെയ്യാം. അമ്മ ഒന്നും ചെയ്യണ്ട, ഇങ്ങനെയെല്ലാം നോക്കിയിരുന്നോ? ഇങ്ങനെ ഇരുന്നോണ്ടാ ഇവിടെ ഇത്രയും ദുരന്തങ്ങൾ ഉണ്ടായത്. പറയണോ ഞാൻ ഓരോന്നായിട്ട്? പറഞ്ഞു ഓർമ്മിപ്പിക്കണോ ഞാൻ? അമ്മയുടെ മൂത്ത മകൻ എങ്ങനെയാ മരിച്ചത്? ആർക്ക് വേണ്ടിയായിരുന്നു? മീനാക്ഷിക്ക് വേണ്ടിയോ? ഇളയ മകൾ സാവിത്രിച്ചിയുടെ ഭർത്താവ് ഗൾഫിൽ വെച്ച് മരിക്കാൻ കാരണം ആരാ? ഈ മീനാക്ഷി തന്നെയല്ലേ? മീനാക്ഷി ഓരോന്നും ചെയ്യും. ആ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അമ്മയ്ക്ക് ആരുടെ കാര്യത്തിലും ഇടപെടാനും ശ്രദ്ധിക്കാനും സമയമുണ്ടായിട്ടില്ല. അന്നും അതെ, ഇന്നും അതെ. ഇനി ഇതുപോലെ എന്റെ കുട്ടികളുടെ അച്ഛനെ കൊലയ്ക്ക് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ജഗദീഷിനെ പോലീസ് കൊണ്ടുപോയത് മീനാക്ഷിയുടെ കുറ്റം കൊണ്ടല്ലോ, ആണോ? ഇപ്പോ അതാണോ അമ്മയുടെ പ്രശ്നം? സ്വന്തം മുൻ പോലീസിന്റെ അടികൊണ്ട് ചത്താലും വേണ്ടില്ല, മീനാക്ഷിയെ പൊതിഞ്ഞു പിടിച്ചാൽ മതിയല്ലോ അമ്മയ്ക്ക്. മാലതി, അമ്മേ, അമ്മ ദേഷ്യപ്പെട്ട് അവളുടെ വായടപ്പിക്കണ്ട. അവള് പറഞ്ഞത് ശരിയല്ലേ? സാവിത്രി, നീയും? അതെ, സാവിത്രി തന്നെയാ എത്രയെന്നും പറഞ്ഞ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്നും പറഞ്ഞിരിക്കുന്നത്. മാലതിയെ എന്റെ അവസ്ഥയിൽ കൊണ്ട് എത്തിക്കരുത് എല്ലാരും കൂടി. മൈഥിലി കുഞ്ഞിനെ ചോദിക്കുന്നതിൽ എന്താ തെറ്റ്? അവള് പ്രസവിച്ചല്ലേ ആ കുഞ്ഞിനെ. അപ്പോ മീനാക്ഷി നിന്റെ ആരും അല്ലേ? മീനാക്ഷി എന്റെ മകന്റെ ഭാര്യ തന്നെയാണ്. മീനാക്ഷിക്ക് ഞാൻ കൊടുക്കുന്ന പരിഗണനയേക്കാൾ ഒരു പിടി മുകളിൽ മൈഥിലി തന്നെയാ. കാരണം മൈഥിലി കാർത്തികിന്റെ ഭാര്യ മാത്രമല്ല, അവന്റെ കുഞ്ഞിന്റെ അമ്മ കൂടിയാ. ഇനി എന്തൊക്കെ കാണിച്ചാലും പെറ്റമ്മയോളം വരില്ല ഒരു പോറ്റമ്മേ. ഇതൊക്കെ മീനാക്ഷിയുടെ ഒരു അടവല്ലേ ചേച്ചി? ആ കുഞ്ഞിനോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ കുഞ്ഞിന് ഇത്ര അപകടത്തിൽ കൊണ്ട് ചാടിക്കുമായിരുന്നോ? എന്തും ചെയ്യാന്ന് നീ കരഞ്ഞോണ്ട് പറയുമ്പോഴെങ്ങനെ ഞാനത് ചെവിക്കൊള്ളാതെ പോകുന്നത്? ഒരേ ഒരു ഉപാധിയേ എനിക്കുള്ളൂ. ഇവിടെ ഈ ചെമ്പകമംഗലത്ത് കാർത്തിക്കിന്റെ ഭാര്യയായി എനിക്ക് കഴിയാൻ സാധിക്കണം. അതിൽ കുറഞ്ഞതൊന്നും എനിക്ക് വേണ്ട. പറ്റില്ലെങ്കിലോ? ഇപ്പൊ നീ എന്റെ കുഞ്ഞിനെ കൈകളിലാക്കി വെച്ചിരിക്കുന്നു. ഇനി ഞാൻ എന്റെ കാർത്തിയേട്ടനെ കൂടി നിനക്ക് വിട്ടുതരണോ? കാർത്തിയേട്ടൻ ഞാൻ കാണാത്ത ആളൊന്നും അല്ലല്ലോ അയാള്. നിനക്ക് മുൻപേ ആദ്യം കണ്ടത് ഞാൻ.
അയാളുടെ കൂടെ ആദ്യം ജീവിച്ചതും അയാളുടെ കുഞ്ഞിനെ പ്രസവിച്ചതും ഞാൻ. എനിക്ക് നിന്റെ അനുവാദത്തിന്റെ ആവശ്യമില്ല. ആവശ്യമുണ്ട്. മീനാക്ഷിയുടെ അനുവാദം ഇല്ലാതെ നിനക്കിവിടെ താമസിക്കാനോ കാർത്തിയെ സ്വന്തമാക്കാനോ ആവില്ല. കാർത്തിക്കിനെ വേണ്ടാത്തോണ്ടല്ലേ നീ മറ്റൊരാളോടൊപ്പം പോയത്? നീ അന്ന് കാർത്തിക്കിനെ ഉപേക്ഷിച്ച് പോയപ്പോ അവന് താങ്ങായും തണലായും കൂടെ നിന്ന് സ്നേഹിച്ചത് മീനാക്ഷിയാ. അവന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ നിനക്കും കയറി വന്ന ഇവൾക്കും ഒരേ സ്ഥാനമാണെന്ന് മൈഥിലി തെറ്റിദ്ധരിക്കണ്ട. കാർത്തിക്കിന് ഇനി മീനാക്ഷി മതി. ആദ്യ ഭാര്യയായ മൈഥിലി ആവശ്യമില്ല. ഓ, രണ്ടാം ഭാര്യയുടെ പ്രത്യേകതകൾ ഇവളെക്കാളും അറിയുന്നത് നിങ്ങൾക്കാണല്ലോ. ജയറാമിനും മാധുരിക്ക് പകരം നന്ദിനി മതിയായിരിക്കും. പക്ഷേ കാർത്തിക്കിനും മൈഥിലിക്ക് പകരം ആവില്ല ഒരു മീനാക്ഷിയും. അല്ലെങ്കിലും ഇവരോട് എനിക്കൊന്നും പറയാനില്ല. പറയാനുള്ളതേ നിന്നോടാ. ഇനി പറയ്, ഞാൻ പറഞ്ഞ കാര്യം നിനക്ക് സമ്മതമാണോ? അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ശരി, ഞാൻ ആദ്യമേ പറഞ്ഞു ഒരേ ഒരു ഉപാധിയെ എനിക്കുള്ളൂ എന്ന്. ഞാനത് പറഞ്ഞു കഴിഞ്ഞു. പറ്റില്ലെന്ന് നീയും പറഞ്ഞു. ഇനി ഈ സംഭാഷണം തുടരുന്നതിൽ അർത്ഥമില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്.